വൃന്ദങ്ങൾ അണിചേരുന്നു. തിരുവോസ്തിയേ കൂദാശയേ ജീവന്റെ നാഥനെഴുന്നള്ളുന്നു. സ്വർഗീയ രാജാവെഴുന്നള്ളുന്നു. സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു. തിരുവോസ്തിയേ കൂദാശയേ ജീവന്റെ നാഥനെഴുന്നള്ളുന്നു. ഭക്ത്യാ വണങ്ങിടുവിൻ, സാഷ്ടാംഗം വീണിടുവിൻ. ജീവന്റെ അപ്പമായി ആത്മാവിൽ പൂജ്യമായി ഈശോ എഴുന്നള്ളുന്നു. ജീവന്റെ അപ്പമായി ആത്മാവിൽ പൂജ്യമായി ഈശോ എഴുന്നള്ളുന്നു. മാതാവിലൂടെ ക്രിസ്തുവിലേക്ക് എന്ന ഒരു വചന സന്ദേശം നമ്മൾ കുട്ടിക്കാലത്ത് തൊട്ട് കേട്ടിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പൊരുൾ എന്ന് ആദ്യകാലത്ത് എനിക്ക് മനസ്സിലായിരുന്നില്ല. എന്നാൽ ഇതാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വചനപ്രഘോഷണം നടക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരും. പരിശുദ്ധാത്മാവ് സത്യദൈവമായ യേശുവിലേക്ക് നമ്മളെ ആനയിക്കും. വലതുകരം ഉയർത്തി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകമെമ്പാടുമുള്ള 750 കോടി ജനങ്ങളും യേശു ക്രിസ്തുവിൻ്റെ അനന്തപരിശുദ്ധ രക്തത്താൽ കഴുകപ്പെടുന്നതിനും അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നതിനും തദ്വാര പാപബോധവും പശ്ചാത്താപവും മാനസാന്തരവും ക്രിസ്തീയ ജീവിത അനുഭവവും നിത്യജീവനും ലഭിക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കേരള സഭയെയും ഭാരത സഭയെയും ക്രിസ്തീയ പ്രേക്ഷിത വേലയെയും ഉണർത്തിയ ശക്തമായ 2 വചനങ്ങളാണ്. ഒന്ന് അപ്പസ്തോല പ്രവർത്തനം 16:31. കർത്താവായ എന്ന് പറഞ്ഞാൽ ഭൂസ്വർഗങ്ങളുടെ അധിപതിയായ മരിച്ചുയർത്ത കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിൻ്റെ കുടുംബത്തിൽ 5 പേരാണെങ്കിൽ 5 പേർക്കും രക്ഷ കിട്ടാൻ ഈ വചനം 50 പ്രാവശ്യം 100 പ്രാവശ്യം ഓർക്കുമ്പോഴൊക്കെ ശബ്ദത്തിൽ ഉറക്കെ ആവർത്തിച്ചു പറയുക. ആ വചനത്തിൻ്റെ അഭിഷേകം കുടുംബത്തിൽ പലർക്കും കിട്ടിക്കൊണ്ടിരിക്കും. ദേശത്ത് അനേകം പേർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. രാജ്യത്തിൻ്റെ അതിർത്തികളിലേക്ക് അഭിഷേകം കടന്നു വരും. നിൻ്റെ രാജ്യത്ത് 130 കോടി ജനമുണ്ടെങ്കിൽ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന അഭിവാഞ്ച, തീഷ്ണത, ദാഹം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ആ രാജ്യത്തിൻ്റെ അതിർത്തികളിലേക്ക് ഈ രക്ഷയുടെ അഭിഷേകം കടന്നു ചെല്ലും. എല്ലാവരും ഏറ്റു പറയുക. അപ്പസ്തോല പ്രവർത്തനം 16:31. അപ്പസ്തോല പ്രവർത്തനം 16:31. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും, സൗഖ്യം പ്രാപിക്കും, വിടുതൽ പ്രാപിക്കും, മോചനം പ്രാപിക്കും.
മോചനം പ്രാപിക്കും. മോചനം പ്രാപിക്കും. പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കും. പരിശുദ്ധാത്മാഭിഷേകം ആന്തരിക സൗഖ്യം പ്രാപിക്കും. ആന്തരിക സൗഖ്യം പ്രാപിക്കും. ജനകോടി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കേരള സഭയെയും ഭാരത സഭയെയും ക്രിസ്തീയ പ്രേക്ഷിത വേലയെയും ശക്തമായിട്ട് ഉണർത്തിയ ഈ വചനം എപ്പോൾ ആർക്ക് നൽകപ്പെട്ടു? 2 മിഷനറിമാർ പൗലോസും സീലാസും സുവിശേഷം പ്രസംഗിക്കവേ പിശാച് ബാധിച്ച ഒരു വ്യാജ പ്രവചനം പറയുന്ന ഒരടിമപ്പെണ്ണിൽ നിന്ന് അന്ധകാര ശക്തികളെ ബഹിഷ്കരിച്ചു. ആ പ്രവചനവും നിന്നു. അതിൻ്റെ ഉടമസ്ഥർക്ക് വ്യാജ പ്രവചനം കൊണ്ട് കിട്ടിയ ലാഭവും നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ ആ ഉടമസ്ഥന്മാർ ബഹളം കൂട്ടി. ജനങ്ങൾ അവരുടെ കൂടെ കൂടി അവരെ ജയിലിലടച്ചു. ജയിലിൽ കിടക്കുമ്പോൾ അനേകം ജയിൽ പുള്ളികൾ ഉള്ള ഒരു മുറിയിലായിരുന്നു അവർ. പൗലോസും സീലാസും പാതിരാത്രിയിൽ സങ്കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചു. മറ്റു ജയിൽ പുള്ളികളും അവരോടൊപ്പം ചേർന്നു. കാരണം ഉറക്കെ സ്തുതിക്കുമ്പോൾ കൂടെ ചേരാതിരിക്കാൻ പറ്റുകയില്ല. വളരെയധികം വ്യാകുലവും ദുഃഖവും അനുഭവിച്ചാണ് മറ്റു തടവ് പുള്ളികളും ഞെങ്ങി ഞെരുങ്ങി ആ മുറിയിൽ കഴിയുക. ഇവർ സങ്കീർത്തനം പാടി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവരും അതിൽ പങ്കുചേർന്നു. പെട്ടെന്ന് ഭൂമി കുലുക്കം പോലെ എന്തോ ഉണ്ടായി. ജയിലിൻ്റെ അടിത്തറ ഇളകി. ജയിൽ വാതിൽ തുറക്കപ്പെട്ടു. കാവൽക്കാരൻ പേടിച്ച് ഞെട്ടി ഉണർന്നു. ജയിൽ പുള്ളികൾ രക്ഷപ്പെട്ടു കാണും എന്ന് കരുതി സ്വന്തം വാള് ഊരി വെട്ടിച്ചാകാൻ തുടങ്ങി. അപ്പോൾ പൗലോസ് വിളിച്ചു പറഞ്ഞു, ഞങ്ങളിവിടെയുണ്ട്, സാഹസമൊന്നും കാണിക്കണ്ട. അപ്പോൾ പൗലോസിനെയും സീലാസിനെയും തൊട്ട് അടുത്ത് ആൾക്കാരില്ലാത്ത ഒരു ഭാഗത്തേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് ഈ ജയിൽ കാവൽക്കാരൻ ചോദിച്ചു, സഹോദരരെ, രക്ഷ പ്രാപിക്കാനായിട്ട് ഞാൻ എന്തു ചെയ്യണം? അപ്പോൾ സ്വർഗത്തിൽ നിന്ന് വചനം താഴോട്ട് ഇറങ്ങി വന്നു. പൗലോസ് ഉച്ചരിച്ചു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കൈകൾ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ കാൽപാദത്തിൻ്റെ അടിയിൽ തുടർച്ചയായിട്ടുള്ള വേദന കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പുറം വേദന, ലോവർ ബാക്ക് പെയിൻ, നട്ടലിൻ്റെ അടിഭാഗത്തുള്ള വേദന ആരെയോ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. മരണത്തെ ഓർത്ത് പലപ്പോഴും ഭയപ്പെടുന്ന ബന്ധനം ഉള്ള 5 പേർക്ക് കർത്താവ് മോചനം നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാണ് ഈ മോചനം നമ്മിലേക്ക് ഇറങ്ങി വരിക? വചനം കേൾക്കുമ്പോൾ 1, പൈശാചിക പീഡ വിട്ടുപോകുന്നു. 2, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എഴുന്നള്ളി വരുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എഴുന്നള്ളി വരുമ്പോൾ റോമ 5:5 പ്രകാരം ദൈവസ്നേഹം കൊണ്ട് നമ്മൾ നിറയുന്നു. ദൈവസ്നേഹം നമ്മിൽ നിറയുമ്പോൾ ആന്തരിക സൗഖ്യം, ക്ഷമിക്കുന്ന സ്നേഹം, ഇവയെല്ലാം നമ്മളിൽ നിറയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആവർത്തിച്ചുണ്ടാകുന്ന ഭയം ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ അല്ല, മറിച്ച് സാത്താൻ്റെയാണ്. യേശു ആകട്ടെ തിരുവചനത്തിലൂടെ, ബൈബിളിലൂടെ 365 പ്രാവശ്യം പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ നിൻ്റെ ചുറ്റുമുണ്ട്, ഞാൻ നിൻ്റെ പുറമേയുണ്ട്, ഞാൻ നിൻ്റെ മുകളിലുണ്ട്. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. സാത്താൻ പറയും, ഭയപ്പെട്ടു, 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 ഭയപ്പെട്ടു. അപ്പോൾ നമ്മൾ പറയണം, ഇപ്പോഴുള്ള ഇതിൻ്റെ 10,000 മടങ്ങ് പ്രശ്നം വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല
എന്ന വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോൾ സാത്താൻ പിന്നെ നമ്മുടെ അടുത്തുനിന്ന് അങ്ങ് പോകും. കാരണം തീരുമാനം അറിയിക്കുകയാണ്. വാഗൊണ്ട് പറയുന്നത് സാത്താന് കേൾക്കാം, മനസ്സിലിരിക്കുന്നത് ദൈവത്തിനെ അറിയത്തുള്ളൂ. അതുകൊണ്ട് വാഗൊണ്ട് ഏറ്റു പറയണം, ഇതിൻ്റെ 10,000 മടങ്ങ് പ്രശ്നമുണ്ടായാലും ഞാൻ ദുഃഖിക്കുകയില്ല, ഞാൻ സ്തുതിക്കുകയുള്ളൂ. സ്തുതിച്ചു പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ഇതേപോലെ ദുഃഖത്തിനും ആകുലതയ്ക്കും ഉത്കണ്ഠയ്ക്കും അടിമയായ മറ്റനേക ആയിരങ്ങൾക്ക് വേണ്ടി കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെയും യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. അങ്ങനെ ആയിരങ്ങളിലേക്കും 10,000ങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് കടന്നു ചെല്ലും. കോട്ടയത്ത് നാഗമ്പടം മൈതാനിയിൽ 50,000 പേർക്ക് വേണ്ടിയുള്ള കൺവെൻഷൻ നടക്കുമ്പോൾ 1-ാം ദിവസം ഇപ്രകാരം പറഞ്ഞു: ബ്രസ്റ്റിൽ മുഴയുള്ള ഒരു സ്ത്രീക്ക് അത്ഭുത സൗഖ്യം കൊടുക്കുന്നു. പിറ്റേ ദിവസം വന്ന് ജനത്തോട് ചോദിച്ചു, ഇന്നലെ ഒരു രോഗശാന്തി സന്ദേശം പറഞ്ഞിരുന്നു, ബ്രസ്റ്റിൽ മുഴയുള്ള സ്ത്രീക്ക് സൗഖ്യം. സുഖപ്പെട്ടവർ കൈ ഉയർത്തുക. 37 പേര് കൈ ഉയർത്തി മുന്നോട്ട് വന്നു. ഒരാൾക്ക് എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്ന എല്ലാവർക്കും ആ പരിശുദ്ധാത്മ ശക്തി കടന്നു ചെല്ലുകയാണ്. കാരണം എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു ദൈവപുത്രൻ മനുഷ്യനായിട്ട് അവതരിച്ചത്. കൈ ഉയർത്തി കൈയടിക്കുക. ദൈവത്തിൻ്റെ തിരുമനസ്സിതാണ് എല്ലാവരും രക്ഷ പ്രാപിക്കണം. ഓൾറെഡി ബിലീവേഴ്സായ, ഇതിനകം വിശ്വാസികളായ നമ്മുടെ സാക്ഷ്യവും നമ്മുടെ വചനം പങ്കുവയ്ക്കലും നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയും വഴി ചുറ്റുമുള്ള ആയിരങ്ങളിലേക്ക് 10,000ങ്ങളിലേക്ക് ദൈവകൃപയൊഴുകണം. ഹല്ലേലൂയ. അലർജിയുടെ തുമ്മൽ, ജലദോഷം 2 പേർക്ക് കർത്താവ് അത്ഭുത സൗഖ്യം നൽകുന്നു. 20 ആകാനും 200 ആകാനും വിഷമമില്ല. ശാലോൻ ടിവിയിലൂടെ ഈ കാര്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് സൗഖ്യം. ഈ പ്രോഗ്രാം മറ്റൊരു അവസരത്തിൽ നമ്മൾ പ്രക്ഷേപണം ചെയ്യുകയാണെങ്കിൽ അപ്പോഴും സൗഖ്യത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കും. ഒരു ഇനമുള്ള രോഗശാന്തിയെ പറഞ്ഞുകൊള്ളൂ എങ്കിലും നമുക്കാവശ്യമായ രോഗസൗഖ്യം എന്താണെന്ന് പരിശുദ്ധാത്മാവിന് അറിയാവുന്നതുകൊണ്ട് അവർക്കെല്ലാവർക്കും ശാരീരിക രോഗസൗഖ്യം, അതിനു മുമ്പ് അതിനേക്കാൾ ആഴമുള്ള ആന്തരിക സൗഖ്യം, അതിനേക്കാൾ പരമപ്രധാനമായ പാപബോധം, പശ്ചാത്താപം, മാനസാന്തരം, ക്ഷമിക്കുന്ന സ്നേഹം, ഇതെല്ലാം വർഷിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് കടന്നു പോകുക, നമ്മുടെ മുമ്പിൽ നമ്മുടെ ഇടയിൽ വ്യാപരിക്കുക. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനം 5:16 ദൈവം പറയുന്നു, പരിശുദ്ധാത്മാവ് പറയുന്നു, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. സാത്താൻ പറയുന്നു, എപ്പോഴും ദുഃഖിച്ചോ, എപ്പോഴും നിരാശപ്പെട്ടു, നീ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു, നീ മരിച്ചാൽ വേണ്ടുകയില്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ തലയിൽ കൂടെ വരുന്നത് നമ്മുടെ കാര്യമാണ്. അതല്ല, സാത്താൻ നിരന്തരം തലയിലേക്ക് നുണ പറഞ്ഞു തരും. കാരണം നമ്മുടെ തലയ്ക്കകത്ത് വചനം അങ്ങനെ ശേഖരിച്ചിട്ടില്ല. വചനം കേൾക്കുക, മറന്നു പോകുക, ഇതാണ് നമ്മുടെ പരിപാടി. അതാണ് സാത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വചനം മറന്നു പോകുമ്പോൾ സാത്താന് നമ്മുടെ ഉള്ളിലേക്ക് നുണ കുത്തിവെക്കാൻ തരും. വെറുതെ അലസമായിട്ട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു ദുഃഖത്തിൻ്റെ ചിന്ത കൊണ്ടുവരും. നമ്മൾ വിചാരിക്കും അത് കാര്യമായിട്ടുള്ളതാണ്. സാത്താൻ്റെ നുണയാണ്. നീ 1 മണിക്കൂർ ദുഃഖിച്ചിരുന്നോ, കുറേ കഴിയുമ്പോൾ ഒന്നുകൂടെ ഞാൻ തരും. ഒരു 10 പ്രാവശ്യം തന്നു കഴിയുമ്പോൾ പുറം വേദനയായി, കാൽമുട്ട് വേദനയായി, പിന്നെയുള്ള ആശുപത്രി എല്ലാം നിനക്ക് പോകാം. നുണയാണ് ദുഃഖിക്കുക എന്നുള്ളത്. ദുഃഖിക്കുകയില്ലെന്ന് പറയണം. ഇതിൻ്റെ 10,000 മടങ്ങ് പ്രശ്നം വന്നാലും ഞാൻ സ്തുതിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ദുഃഖത്തിനും നിരാശയ്ക്കും അടിമപ്പെട്ട 10,000ങ്ങൾക്ക് വേണ്ടി തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ 10,000ങ്ങളുടെ ദുഃഖവും ദുഃഖപിശാചും വിട്ടുപോകും. നിരാശ പിശാച് വിട്ടുപോകും. ആകുലതയുടെ പിശാച് വിട്ടുപോകും. ഭയത്തിൻ്റെ പിശാച് വിട്ടുപോകും. നമുക്കൊരു ദുഃഖം ദുരിതം ദൈവം അനുവദിക്കുന്നത് ഇങ്ങനെ സ്തുതിച്ച് വിശ്വാസ പ്രഖ്യാപനം നടത്തി 10,000ങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് സുവിശേഷവൽക്കരണ ശുശ്രൂഷയിൽ സജീവമായി പങ്കുചേരുന്നതിന് വേണ്ടിയാണ്. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക.
പ്രകാശമരുളും ദൈവം നമ്മോടു കൂടെ, പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോടു കൂടെ. നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ. നന്മയിലേക്കു കുതിക്കും നമ്മൾ, തിന്മ മരിക്കും കൺമുൻപിൽ. ദൈവം നമ്മോടു കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോടു കൂടെ, ദൈവം നമ്മോടു കൂടെ, ദൈവം നമ്മോടു കൂടെ. ദൈവത്തെ സ്തുതിക്കുമ്പോൾ പിശുക്കരുത്, നല്ല ഔദാര്യത്തോടെ സ്തുതിക്കണം. സങ്കീർത്തനം 81:1 നമ്മുടെ ശക്തികേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി സ്തുതിക്കുവേൻ എന്ന് പറഞ്ഞ് നമ്മുടെ ശക്തികേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി സ്തുതിക്കുവേൻ. യാക്കോബിന്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പ് വിളിക്കുവിൻ. ഇത് ഇസ്രായേലിലെ ചട്ടവും, ഇത് ഇസ്രായേലിന്റെ ചട്ടവും, യാക്കോബിന്റെ ദൈവം നൽകിയ പ്രമാണവുമാണ്. ഈജിപ്തിലേക്ക് തിരിച്ചപ്പോൾ ജോസഫിനും പൂറി യൗസേപ്പിനും ഈ കൽപ്പന നൽകി. എന്താ സംഭവിച്ചത്? ആദ്യം സഹോദരന്മാര് അസൂയ കൊണ്ട് ഉള്ളതിൽ ഏറ്റവും നല്ലവനും ദൈവം തിരഞ്ഞെടുത്തവനുമായ ജോസഫിനെ കൊല്ലാൻ ശ്രമിച്ചു. ഒരു സഹോദരൻ ഇടപെട്ട്, കൊല്ലണ്ട, നമുക്കവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിടാം. അയാളെ പിന്നീട് രക്ഷിക്കാൻ വേണ്ടി ഒരു സഹോദരൻ ഇടപെട്ടതാണ്. പിന്നീട് ഈജിപ്തിലേക്കുള്ള കച്ചവടക്കാർ അതിലൂടെ പോയപ്പോൾ അവർ പറഞ്ഞു, നമുക്കിവനെ വിറ്റുകളയാം, 20 വെള്ളിക്കാശ്. അപ്പോൾ ഈജിപ്തിലേക്ക് പോയപ്പോൾ ദൈവം ജോസഫിൻ്റെ ഹൃദയത്തിൽ സംസാരിച്ചു, നീ സ്തുതിച്ചാൽ മതി, ഞാൻ കൂടെ വരും. ഈജിപ്തിൽ ഫറവോയുടെ ഒരു പ്രധാന ഉദ്യോഗസ്ഥൻ പൊത്തിഫാർ അവനെ വിലയ്ക്ക് വാങ്ങി. അവൻ്റെ പെരുമാറ്റം എല്ലാം വളരെ കഴിവും സാമർഥ്യവുമെല്ലാം കേമമായതുകൊണ്ട് ഭാര്യ ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങളുടെയും ചുമതല ജോസഫിനെ ഏൽപ്പിച്ചു. പൊത്തിഫാർ ഒരു ദൂരയാത്രയ്ക്ക് പോയപ്പോൾ ഭാര്യയിൽ സാത്താൻ ആവസിച്ച് മ്ലേച്ഛപാപം കൽപ്പനാലംഘനം നടത്താൻ അവനെ നിർബന്ധിച്ചു. പല പ്രാവശ്യം നിർബന്ധിച്ചപ്പോഴും അവൻ പറഞ്ഞു, ഇത്ര നീചമായി പ്രവർത്തിച്ച് എൻ്റെ ദൈവത്തെ ഞാൻ എങ്ങനെയാണ് വേദനിപ്പിക്കുക? ഒരു വേള അവനെ അവൾ കയറി ബലമായി പിടിച്ചു. ഉടനെ ആ പിടിച്ച് ഓവർകോട്ട് വലിച്ചെറിഞ്ഞിട്ട് അവൻ ഓടി. പെട്ടെന്ന് അവളിൽ ഭയം വന്നു. ഭയത്തിൻ്റെ ദുരാത്മാവാണ്. ഒരുപക്ഷെ ഭർത്താവ് വരുമ്പോൾ ഇവനിത് പറഞ്ഞാലോ? ജോസഫ് നീതിമാനായതുകൊണ്ടും ദൈവകൃപയുള്ളതുകൊണ്ടും 99% പറയില്ല. എന്നാൽ അവൾക്ക് ഭയം തട്ടി. അതുകൊണ്ട് അവൾ ഇപ്രകാരം സാത്താൻ അവളെ ഓതി, നീ കൊണ്ടുവന്ന ഹെബ്രായ ബാലൻ ഇതാ എന്നെ ബലാത്സംഗം ചെയ്യാൻ വന്നു. കേട്ട മാതിരി കേട്ട നിമിഷം പൊത്തിഫാർ അവനെ ജയിലിലടച്ചു. 10 കൊല്ലം ജയിൽ ശിക്ഷ. 10 കൊല്ലം ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ കൂടെ വസിച്ചു. അവൻ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഈജിപ്തിലെ ഫറവോയ്ക്ക് ഒരു സ്വപ്നമുണ്ടായി. അത് വ്യാഖ്യാനിക്കാൻ ആരുമില്ലാത്ത അവസരത്തിൽ ജോസഫിന് ഈ കഴിവുണ്ടെന്നറിഞ്ഞ് ജോസഫിനെ വിളിച്ചു. ജോസഫ് ശരിയായ വ്യാഖ്യാനം കൊടുത്തു. ഫറവോയ്ക്ക് സന്തോഷമായി. 17 വയസ്സുള്ളപ്പോൾ വിൽക്കപ്പെട്ട ജോസഫ് 30-ാമത്തെ വയസ്സിൽ ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായി. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് വന്നു ഭവിച്ച എല്ലാ തിന്മകളും ദൈവം നന്മയ്ക്ക് വേണ്ടി മാറ്റും. റോമ 8:28. ഹല്ലേലൂയ. റോമ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്ക് വേണ്ടി മാറ്റുമെന്ന് നമുക്കറിയാമല്ലോ. ദുഃഖവെള്ളി പിതാവായ ദൈവം ഉയർപ്പ് ഞായറാക്കി മാറ്റി. ഈശോ മരിച്ചു ഉയർത്തപ്പോൾ ഒരേ സമയത്ത് ലോകം മുഴുവനും എത്തും. വിശ്വസിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ വരും.
യേശുവേ എന്ന് വിളിക്കുന്നിടത്ത് വരും. തിരുവോസ്തിയുടെ ഓരോ പൊടിയിലും പൂർണ്ണ സന്നിഹിതനാകും. ദുഃഖവെള്ളി കഴിയാതെ അത് പറ്റില്ല. സഹനത്തിന് ശേഷം പരിശുദ്ധാത്മാഭിഷേകം, ഉയർപ്പ്. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.